ഇന്ത്യയുടെ നയാഗ്ര എന്നറിയപ്പെടുന്ന ഹൊഗനിക്കൽ വാട്ടർഫോൾസിലേക്കാണ് ഇന്നത്തെ ഈ യാത്ര. തമിഴ്നാട് കർണാടക ബോർഡറിലാണ് ഹൊഗനിക്കൽ വാട്ടർഫോൾസ് സ്ഥിതി ചെയ്യുന്നത്. ഒരു ഗ്രൂപ്പ് ടൂറിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇപ്പോൾ സമയം ഒരു 7-7:30 മാത്രമേ ആയിട്ടുള്ളൂ. കടകളൊക്കെ ജസ്റ്റ് ഒന്ന് തുറന്നു വരുന്നതേ ഉള്ളൂ. സൈഡിൽ നമുക്ക് പൂരിയും അതുപോലെ മീനും ഒക്കെ വറുത്ത് വെച്ചേക്കുന്നത് കാണാനായിട്ട് കഴിയും. ഞങ്ങൾക്ക് ഫ്രഷപ്പിന് വേണ്ടിയിട്ട് SN ഗണേഷ് ലോഡ്ജായിരുന്നു അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ലോഡ്ജ് കൂടെയാണ് കേട്ടോ. കുട്ടവഞ്ചി യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ടിക്കറ്റിൻ്റെ കാര്യങ്ങളും അതൊക്കെ അറേഞ്ച് ചെയ്ത് തന്നത് ഈ ഒരു ലോഡ്ജുകാർ തന്നെയായിരുന്നു. ഈ ഒരു ലോഡ്ജിൽ നിന്ന് കുട്ടവഞ്ചി യാത്രയ്ക്ക് വേണ്ടി പോകാൻ വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. പോകുന്ന വഴിക്ക് നമുക്ക് കുരങ്ങന്മാരെയൊക്കെ കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് ഫുഡൊന്നും കയ്യിൽ വെച്ച് നടക്കാതിരിക്കുക. രണ്ട് സൈഡിലും ചെറിയ രീതിയിൽ കടകളൊക്കെ ഈ ഒരു ടൈമിൽ തന്നെ ഓപ്പണായി വരുന്നുണ്ട്. നമ്മൾ മെയിൻ എൻട്രൻസിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ്. ഈ സൈഡിലൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് മീൻ വറുത്ത് വെച്ചേക്കുന്നതും ഫ്രഷ് ആയിട്ടുള്ള മീനൊക്കെയാണ്. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള മീൻ ഓർഡർ ചെയ്ത് വാങ്ങാം. അവരപ്പം തന്നെ ഫ്രൈ ചെയ്ത് തരുന്നതാണ്. അതുപോലെ നമുക്ക് ഉച്ചയ്ക്ക് വേണ്ടുന്ന ഫുഡിൻ്റെ ക്രമീകരണങ്ങളും അവരോട് പറഞ്ഞു തന്നെ കൃത്യമായിട്ട് അവർ എത്തിച്ചേരുന്നതാണെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ജാക്കറ്റൊക്കെ അവിടെ നിന്ന് കിട്ടും. അത് മുതിർന്നവർക്കും കുട്ടിയൊക്കെ ഉള്ളതെല്ലാം അവരവിടെ കരുതിയിട്ടുണ്ടാവും കേട്ടോ. അതുപോലെ നമ്മൾ നടന്നു പോകുമ്പോൾ തന്നെ നമ്മൾ കയറേണ്ട കുട്ടവഞ്ചിയുടെ തുഴക്കാരൻ നമുക്കൊപ്പം തന്നെ വഞ്ചിയുമായിട്ട് വരുന്നതാണ്. നമുക്കവിടെ എത്തിക്കഴിഞ്ഞാൽ ആൾ കറക്റ്റായിട്ടുള്ള ഗൈഡൻസൊക്കെ തരും. എന്നിട്ട് നമുക്ക് മുന്നോട്ടുള്ള യാത്രയും തുടങ്ങാം. ഞങ്ങളിപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത് ഓഫ് സീസണിലാണ്. ഓഫ് സീസണിലാണെങ്കിലും ഇവിടെ അടിപൊളിയാണ് കേട്ടോ. അതിനും ഒരു പ്രത്യേക സുഖം ഉണ്ടെന്ന് തന്നെ പറയാം. അധികം പേരും ഇങ്ങനെ ചൂസ് ചെയ്യുന്നവരുണ്ട്. കാരണം ആ ഒരു സീസണിലെ തിരക്കൊക്കെ ഒഴിഞ്ഞ് ഇങ്ങനെ കാം ആൻഡ് ക്വയറ്റായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാവുമല്ലോ. എന്താണെങ്കിലും വെള്ളം കുറച്ചാണെങ്കിൽ പോലും അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ്. നമുക്കൊരു കുട്ടവഞ്ചിയിൽ 4 പേർക്കാണ് യാത്ര ചെയ്യാനായിട്ട് സാധിക്കുക. രാവിലെ വരുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നി കേട്ടോ. കാരണം വെയിലായി കഴിഞ്ഞാൽ നമ്മുടെ യാത്ര അത്ര ഒരു സുഖകരമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. ഇരുവശങ്ങളിലും വലിയ പാറകളാണ് കേട്ടോ. അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇത് കാവേരി നദിയാണ് കേട്ടോ. നദിയിൽ വെള്ളത്തിന് കുറവുണ്ടെങ്കിലും സീസൺ ടൈമിൽ അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടാവും. ഈ പാറക്കെട്ടുകളൊന്നും കാണാൻ കഴിയാത്ത അളവിൽ വെള്ളം ഉണ്ടാവും. അതിൻ്റെ തെളിവാണ് ഈ സൈഡിലൊക്കെ കാണുന്ന ഈ വേസ്റ്റ്. കാരണം ഇത്രയും ഹൈറ്റിൽ വെള്ളം വരുന്നതുകൊണ്ടായിരിക്കും മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഒഴുകി വരുന്ന തുണിയും പ്ലാസ്റ്റിക്കും ഒക്കെ ഇവിടെ തങ്ങി നിൽക്കുന്നുണ്ട്. ഏകദേശം ഒരു 1.5 മണിക്കൂറാണ് നമുക്ക് ഈ കുട്ടവഞ്ചി യാത്ര നടത്താനായിട്ട് സാധിക്കും. കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം ഒരു മലത്തിട്ട പോലുള്ള ഭാഗത്ത് നമുക്ക് കുറച്ച് സമയം ഇറങ്ങി നിന്ന് ഫോട്ടോസ് എടുക്കാനുള്ള അവസരമുണ്ട് കേട്ടോ. കുട്ടവഞ്ചിയിൽ തന്നെ ചെറിയ രീതിയിൽ സ്നാക്സ് ഒക്കെ വിൽക്കുന്നവരെയും നമുക്ക് ഈ ഒരു സമയത്ത് കാണാനായിട്ട് കഴിയും കേട്ടോ. അത് മാത്രമല്ല, ഇത് ഈ മണൽത്തിട്ടയുടെ സൈഡിൽ ലേഡീസൊക്കെ ഇരുന്ന് ഫ്രഷ് ആയിട്ടുള്ള മീൻ കട്ട് ചെയ്ത് ഫ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇരുവശങ്ങളിലും വലിയ പാറകളാണ് കേട്ടോ. അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. പാറകൾക്കിടയിലൂടെ നമ്മൾ ആ വെള്ളത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇളം കാറ്റും, ഞാൻ പറഞ്ഞില്ലേ രാവിലെ ആയതുകൊണ്ട് ആ ഒരു വെയിലിൻ്റെ കാഠിന്യമൊന്നും അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ അത് നല്ല വൈബായിട്ട് തോന്നി. സൈഡിലെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുമ്പോൾ സമയം പോകുന്നത് അറിയുന്നില്ല എന്ന് തന്നെ പറയാം. ഇനിയുള്ള അങ്ങോട്ടുള്ള യാത്ര കുറച്ചും കൂടെ ത്രില്ലിംഗ് ആയിരിക്കും എന്ന് തന്നെ വിചാരിക്കുന്നു കേട്ടോ. കാരണം ചെറിയ രീതിയിലുള്ള വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. നനയാൻ റെഡിയാണെങ്കിൽ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് തന്നെ കൊണ്ടുപോയി അത്യാവശ്യം നനയാനുള്ള അവസരമൊക്കെ കുട്ടവഞ്ചിക്കാരൻ നമുക്ക് ഒരുക്കി തരും കേട്ടോ.
rivers that dance and leap. Nature's wonder, crafted by hand. Magic flow in this enchanted land. Hogan Echo, hear the roar. Time is sung forevermore. Melody of life so strong. കുട്ടവഞ്ചി യാത്രയിലെ മെയിൻ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് വഞ്ചിക്കാരൻ കുട്ടവഞ്ചി നല്ല സ്പീഡിൽ ചുറ്റിക്കറക്കിക്കുന്നതാണ് കേട്ടോ. അതൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ്. വഞ്ചി ഇങ്ങനെ ചുറ്റുമ്പോൾ നമ്മൾ അതിൻ്റെ ഒപ്പം ചുറ്റുകയും മൊത്തം വ്യൂ നമുക്ക് അടിപൊളിയായിട്ട് കാണാനായിട്ടും കഴിയും. ഇതാണ് കേട്ടോ മെയിൻ ആയിട്ടുള്ള വാട്ടർഫോൾസ് എന്ന് പറയുന്നത്. ഇത് കണ്ട് ജസ്റ്റ് ഒന്ന് തിരിയുമ്പോഴത്തേക്ക് ഇത് സൈഡിൽ മറ്റൊരു വാട്ടർഫോൾസ്. നമുക്ക് അടുത്തേക്ക് പോകാൻ കഴിയില്ല, കാരണം അത്യാവശ്യം നല്ല വലിയ വാട്ടർഫോൾസ് ആണ്. ആ വെള്ളത്തിൻ്റെ ശക്തിയിൽ തന്നെ നമുക്ക് നമ്മൾ ഇരിക്കുന്ന വഞ്ചി ജസ്റ്റ് ഒന്ന് അനങ്ങുന്നത് പോലെ അറിയാൻ പറ്റും. അപ്പോൾ മനസ്സിലാക്കാമല്ലോ എത്രത്തോളം വലുതാണ് സംഭവം. എന്നാലും നമുക്കതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റി. മുന്നോട്ടുള്ള യാത്രയും അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് വഞ്ചിയിൽ നിന്ന് ഇറങ്ങേണ്ട സമയമായിട്ടുണ്ട്. ഇവിടെ ഈ ഒരു സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ വാട്ടർഫോൾസിൻ്റെ ഫുള്ളായിട്ടുള്ള വ്യൂ നമുക്ക് കാണാനായിട്ട് പറ്റും. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ വാച്ച് ടവർ പോലത്തെ ഒരു ലൊക്കേഷൻ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഇവിടെയുള്ള സകല വാട്ടർഫോൾസും നമുക്ക് ഇവിടെ നിന്ന് നന്നായിട്ട് കാണാനായിട്ട് പറ്റും. ഫോട്ടോസിനൊക്കെ പറ്റിയ ഒരു അടിപൊളി ലൊക്കേഷൻ കൂടിയാണിത്. Hogan Echo, ooh yeah, feel the beat, feel the force. Hogan Echo, everyone under the sun, having fun. Nature's song, pure and free. Hogan Echo symphony, feel the love, feel the cheer. Every heart drawing near. സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് താഴെ നമ്മൾ വന്ന കുട്ടവഞ്ചി യാത്ര ചെയ്ത ആ ഒരു ഏരിയയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് നമ്മൾ എത്ര ആഴത്തിലാണ് ഈ ഒരു യാത്ര നടത്തിയിരുന്നെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. റോജ സിനിമയുടെ ഷൂട്ടിംഗ് ഈ ഒരു ലൊക്കേഷനിലാണ് നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. റോജ മാത്രമല്ല കേട്ടോ, അത്യാവശ്യം ഹിറ്റായിട്ടുള്ള നരൻ സിനിമ ഇതൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. യാത്രയൊക്കെ ചെയ്ത് ക്ഷീണിച്ച് മുന്നോട്ട് പോകുമ്പോൾ തൊട്ട് സൈഡിലായിട്ട് കരിമ്പിൻ ജ്യൂസ് വിൽക്കുന്ന ഒരു ഷോപ്പ് കണ്ടായിരുന്നു. നല്ല അടിപൊളി കരിമ്പിൻ ജ്യൂസ് കേട്ടോ. അത് കുടിച്ച് കഴിയുമ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് ഫ്രഷ് ആവും. വേണമെങ്കിൽ ഇവിടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ കുളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. നല്ല പച്ചപ്പ് നിറഞ്ഞ ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. നല്ല ഹൈറ്റിലുള്ള മരങ്ങളും അതുപോലെ തന്നെ അതുവഴി ഒഴുകുന്ന വെള്ളവും ഒക്കെ ആകുമ്പോൾ എത്ര സമയം ഇവിടെ ഇരുന്നാലും സമയം പോകുന്നത് നമ്മൾ അറിയില്ല. ഏകദേശം നമ്മുടെ യാത്രയുടെ ക്ലൈമാക്സ് എത്തി എന്ന് തന്നെ പറയാം. ഇത് ഈ ഒരു ഭാഗം കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ വഞ്ചിയിൽ കയറിയാണ് മുന്നോട്ട് പോകേണ്ടത്. വീഡിയോയുടെ ഇടയിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വഞ്ചിക്കാരൻ വഞ്ചിയെ ചുറ്റിച്ച് കറക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് നമുക്ക് ഈ ഒരു സമയത്തൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇത്. സീസണേക്കാളും ഓഫ് സീസൺ ആവും ബെറ്റർ എന്ന് ഞാൻ പറയുന്നു. കാരണം നമുക്ക് നമ്മുടെ പ്രൈവസി ഇതൊക്കെ നോക്കി നമ്മൾ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു സമയത്ത് അത്യാവശ്യം സമയമെടുത്ത് നമുക്കിവിടെ നിന്ന് നമ്മുടെ ഫാമിലിക്കൊപ്പം എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.